ഇപ്പോ ബിഗ് ബോസ് ഹൗസിനകത്ത് റിനോഷ് പച്ചത്തെറി അഭിഷേകം നടത്തിയിരിക്കുകയാണ് അല്ലെ. ഇതേ തെറി നമ്മുടെ അഖില് പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ ജുനൈസും ശോഭയും അതിൽ പിടിച്ച് തൂങ്ങിയാനെ. അവിടെ ഇപ്പൊ ഇൻഗിലാബ് സിന്ദാബ വിളിച്ചേനെ. ഔട്ടാക്കണ ഇങ്ങനെയുള്ള ഒരാളെ ഈ ബിഗ് ബോസിൽ നിർത്താൻ പാടില്ല, തെറി വിളിച്ചിരിക്കുകയാണ്. ഇത് ഒരു മലയാളികൾ കാണുന്ന ഷോ ആണ്, കുടുംബങ്ങൾ കാണുന്ന ഷോ ആണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ശോഭയും ജുനൈസും പറഞ്ഞേനെ. അപ്പൊ ഇത് പറയാത്തത് എന്താന്ന് വെച്ചാൽ ഇത് റിനോഷ് ആയിപ്പോയി. റിനോഷ് പറഞ്ഞതുകൊണ്ട് തെറിയാകാതിരിക്കില്ലല്ലോ. അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ സ്വഭാവം. ഗെയിം നന്നായിട്ട് കളിക്കണു, വിന്നറാകാൻ പറ്റുന്ന ആളാണ് അഖില് എന്നും അറിഞ്ഞതുകൊണ്ട് തന്നെ നിസാര കാര്യങ്ങൾ, ആ മുണ്ടിന്റെ കാര്യം തന്നെ എടുത്തിട്ടത് എന്താണ്, ഇതെങ്കിലും പറഞ്ഞിട്ട് അഖിലിനെ ഔട്ടാക്കാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ശോഭ ആ ഒരു എന്താണ് സുഖിപ്പീര് എന്ന് പറയണത്, അത് ശോഭ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, റെനീഷിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ ദൈവം കൂടെ ഉണ്ട്, എല്ലാവർക്കും ഈ പ്രേക്ഷകർക്ക് എല്ലാവരും കാണാൻ വേണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. ഈ അഖിലാണ് ഈ റിനോഷിന്റെ അതേ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ഈ ബിഗ് ബോസ് ഹൗസ് തന്നെ തലകടായിട്ട് മറിഞ്ഞേനെ. ഇപ്പൊ അപ്പൊ നിങ്ങൾ തന്നെ കാണണം, ഔട്ടാക്കാനുള്ള ഒരു ചാൻസിന് വേണ്ടിയിട്ട് മാത്രം ജുനൈസ് ശോഭ നിൽക്കുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു റിനോഷ് തെറി പറഞ്ഞപ്പോ അതിന് സപ്പോർട്ടായിട്ട് ജൂനിയേഴ്സ് നിന്നപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ മനസ്സിലാക്കുക, അത്ര തന്നെ. ഗെയിം നന്നായി കളിക്കുന്നവരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഔട്ടാക്കണം, അല്ലാതെ പരാതി കൊണ്ടൊന്നും അല്ല എന്നുള്ളത് ഈ ഒറ്റ കാരണത്തില് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയേ പറയാനുള്ളൂ.